ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തമായിരുന്നു അഹമ്മദാബാദിലെ വിമാനാപകടം. 1996 ഛർഗീദാദ്രിയിലുണ്ടായ വിമാനാപകടം രാജ്യത്തെ ഏറ്റവും വലിയ അപകടമായിരുന്നു. 349 പേരാണ് അന്ന് അപകടത്തിൽ മരിച്ചത്. 96 നവംബർ 12-നായിരുന്നു ലോകത്തെയും രാജ്യത്തെയും നടുക്കിയ വലിയ ദുരന്തം. ഡൽഹിയിൽ നിന്ന് സൗദി അറേബ്യയിലെ ദഹ്റാനിലേക്ക് പോവുകയായിരുന്ന സൗദി വിമാനം 763 ബോയിംഗ് 747-ഉം കസാഖിസ്ഥാനിലെ ചിംകെന്റിൽ നിന്ന് വരികയായിരുന്ന കസാഖിസ്ഥാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1907 ഇല്യൂഷൻ ഇൽ 76 വിമാനം കൂട്ടിയിടിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ പടിഞ്ഞാറ് ഛർഗീദാദ്രി നഗരത്തിന് മുകളിലായിരുന്നു കൂട്ടിയിടി. 2 വിമാനങ്ങളിൽ യാത്ര ചെയ്ത 349 പേരും തൽക്ഷണം മരിച്ചു. ലോകത്തിലെ ഏറ്റവും മാരകമായ മിഡ് എയർ കൂട്ടിയിടിയായിരുന്നു അത്. 2010 മെയ് 22-ന് മംഗലാപുരത്തുണ്ടായ അപകടത്തിൽ 158 യാത്രക്കാർ കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ വലിയ ദുരന്തമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ AI-171 ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു. 242 യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. വിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണതിനാൽ 24 പ്രദേശവാസികളും മരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.